സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം സദൂക്കായർ, അതായത് പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാത്തവർ ഒരു ചോദ്യം ചോദിക്കുന്നതാണ്. എന്താണ്? ഒരു ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ ഭാര്യ സഹോദരനെ വിവാഹം ചെയ്യണം. അങ്ങനെ 7 സഹോദരന്മാർ വിവാഹം ചെയ്ത ഭാര്യ മരിച്ചു പോകുന്നു. അപ്പോൾ പുനരുത്ഥാനത്തിൽ ഇവർ ആരുടെ ഭാര്യയായിരിക്കും? അതായത് പുനരുത്ഥാനമില്ല എന്ന് വിശ്വസിക്കുന്ന സദൂക്കായരാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം, യഥാർത്ഥമായ വിശ്വാസത്തിലില്ലാത്തവർ പല പല കുനിഷ്ട ചോദ്യങ്ങളുമായിട്ട് വരും. അതിന് ഉത്തരം കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. ദൈവരാജ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചോ തിരുലിഖിതങ്ങളെക്കുറിച്ചോ നിങ്ങൾക്ക് മനസ്സിലാക്കാത്തതല്ലേ, അറിയാത്തതല്ലേ, നിങ്ങൾ ബന്ധപ്പെടാത്തതല്ലേ ഇതിൻ്റെ എല്ലാം കാരണം? അതെ, നമുക്ക് ഈ കുനിഷ്ട ചോദ്യങ്ങൾ വരുന്നതിൻ്റെ കാരണം, അതിൻ്റെ അർത്ഥം നമ്മൾ വിശ്വാസത്തിൻ്റെ കുറവാണ് മക്കളെ. നമ്മൾ ഈ വിശ്വാസം വർദ്ധിച്ചാൽ നമുക്കെല്ലാം അനുഗ്രഹങ്ങളായിട്ട് വരുള്ളൂ. ഏത് വചനം വായിച്ചാലും നമുക്കതിന് സംശയം വരില്ല. കാരണം അത് നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു വചനമായിട്ട് തന്നെ വരും. കാരണം ദൈവവചനം ആശ്വാസത്തിനുള്ളതാണ്, സമാധാനത്തിനുള്ളതാണ്, സൗഖ്യത്തിനുള്ളതാണ്. അതില്ലാതെ മുന്നോട്ട് പോവുക വളരെ ബുദ്ധിമുട്ടാണ്. അതിനായി പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.